പത്തനാപുരം അടൂർ പാതയിൽ പത്തനാപുരം ശാലയംപുരത്തുണ്ടായ വാഹനാപകടത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാംഗമായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഇടക്കാട് AG സഭാംഗമായ ജെസ്സി സണ്ണിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. സഹോദരിയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ അമിത വേഗതയിൽ വന്ന ടോറസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. ഉടനെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ സഞ്ചരിച്ച ജെസ്സി റോഡിലേക്ക് വീഴുകയും ലോറിയുടെ ചക്രം ദേഹത്തിലൂടെ കയറിയിറങ്ങുകയും ചെയ്തു. തുടർന്ന് പത്തനാപുരത്തെ EMS ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ റൂട്ടിൽ ടോറസ് ഉൾപ്പെടെയുള്ള ചരക്ക് വാഹനങ്ങളുടെ അമിത വേഗത നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. വിവരമറിഞ്ഞ് അടൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ ടോറസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങൾക്ക് മുൻപ് ജെസ്സിയുടെ ഭർത്താവ് സണ്ണി വിദേശത്ത് വാഹനാപകടത്തിലാണ് മരിച്ചിരുന്നത്. സംസ്കാരം പിന്നീട് നടക്കും. ചെങ്കിലാത്ത് തെക്കേടത്ത് മണ്ണിൽ പാസ്റ്റർ ജേക്കബ് വർഗീസ് എന്ന ജോണിക്കുട്ടിയുടെ ഭാര്യ സഹോദരിയും ഇടക്കാട് ജെയിംസ് പാപ്പച്ചന്റെ സഹോദരിയുമാണ് അപകടത്തിൽ മരിച്ച ജെസ്സി. ന്യൂസ് ഡെസ്ക് ഗുഡ് ന്യൂസ് ഫ്ലാഷ്. യാത്ര ചെയ്യുന്നുണ്ട്. ആ ട്രെയിലറിന്റെ ബാക്ക് സൈഡ് ഈ പറഞ്ഞ 2 വീലറിൽ തട്ടി അവർ ഈ റോഡിന്റെ കട്ടിങ്ങിൽ വീണതാണ്. കട്ടിങ്ങിലോട്ട് അവർ മറിഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് കാല് കുത്താൻ എത്താത്തതിനാൽ അവർ മറുവശത്തെ ലോറിയുടെ അടിയിലേക്ക് വീഴുന്ന സംഭവം. അതിൻ്റെ ബാക്ക് വീല് അവരുടെ തോളത്തിലൂടെ തലയുടെ പകുതി കയറി ഇറങ്ങി ആണ് സംഭവം നടന്നേക്കുന്നത്. ഇപ്പോൾ ഈ ടിപ്പറിൻ്റെ ട്രെയിലറിൻ്റെ ഒരു യാത്ര കുറവായിരുന്നു. ഇതിലും ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മെറ്റീരിയൽ സപ്ലൈ കുറഞ്ഞപ്പോൾ അത് ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അത് പാസ് അനുവദിച്ചപ്പോൾ വീണ്ടും ടിപ്പറുകളുടെ യാത്രകൾ കൂടുന്നുണ്ട്, അപകടങ്ങൾ കൂടുന്നുണ്ട്. അതൊക്കെയാണ് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഈ മരണം 2 വണ്ടി 10 പോകുന്നത്.